നാട്ടിലോട്ട് പോകുന്നതിൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണ്, പാർട്ട് 2 എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ ഏകദേശം ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ നടന്നിട്ടുണ്ട്, ചെക്കിംഗ് ഒക്കെ ചെയ്തിട്ട് ബാഗൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. ആദ്യമായിട്ട് ആയതുകൊണ്ട് വന്നിറങ്ങുന്നതുകൊണ്ട് എനിക്ക് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് അറിയത്തില്ലായിരുന്നു. അപ്പോൾ ഫ്രണ്ടിൽ പോകുന്നവരുടെ ബാക്കിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പം നേരെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ചെക്ക് ചെയ്തെല്ലാം കഴിഞ്ഞിട്ട് നേരെ ലഗേജ് എടുക്കാമെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ചെക്കെല്ലാം കഴിഞ്ഞിട്ട് നേരെ ലഗേജ് എടുക്കാൻ വേണ്ടി പോവുകയാണ്. ആ സമയത്താണ് നമുക്ക് നാട്ടിൽ ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള കുറേ കുപ്പികളുടെ ഷോപ്പൊക്കെ ഇരിക്കുന്നത്. കുപ്പികളുടെ നിറയെ വിലയെല്ലാം നോക്കി വെച്ചിട്ട് ഇങ്ങനെ പോന്നിട്ടുണ്ടായിരുന്നു. വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഒന്നും നിന്നൊന്നുമില്ല. എല്ലാ കുപ്പിയുടെ റേറ്റ് വന്നിട്ട് നാട്ടിലത്തെ ഏകദേശം 3000-ന് മേളിലോട്ടാണ് വന്നത്. അത് മാത്രമല്ല ദിനാർ ഏകദേശം അവർ നല്ല രീതിയിൽ കുറച്ചാണ് അവർ തരുന്നത്. ഞാൻ എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അതെല്ലാം മണിയെല്ലാം എക്സ്ചേഞ്ച് കഴിഞ്ഞിട്ട് പുറത്തിറങ്ങി ഫാമിലീനെ കണ്ടിട്ടുണ്ട്. അവരവിടെ കാറിൽ വീട്ടിൽ നിന്ന് വന്നത് അച്ഛനുണ്ടായിരുന്നു, അമ്മയുണ്ടായിരുന്നു, ചേട്ടനുണ്ടായിരുന്നു, അമ്മയുടെ അച്ഛനുണ്ടായിരുന്നു, അമ്മയുടെ അമ്മയുണ്ടായിരുന്നു. കാറിലാണ് അവർ വന്നത്. ഞാനും എൻ്റെ കൂട്ടുകാരനും കൂടെ ഉണ്ടായിരുന്നു. അവനെ കൂടെ കൂട്ടിയിട്ടാണ് നേരെ വീട്ടിലോട്ടാണ് പോകാൻ വേണ്ടിയിരിക്കുന്നത്. വെളിയിലിറങ്ങി ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ആദ്യമൊക്കെ നല്ല കൗതുകം ഉണ്ടായിരുന്നു കാണാൻ വേണ്ടി. ഓരോ സ്ഥലം ഞാൻ ചെല്ലുമ്പോഴും വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ബസ്സൊക്കെ കണ്ടപ്പോൾ ഭയങ്കര തൃപ്തി തോന്നിയിട്ടുണ്ട്. ഒരു വട്ടമെങ്കിലും അതിനകത്ത് യാത്ര ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ഏകദേശം നമ്മൾ നെയ്യാഡാം എന്ന് പറയുന്ന സ്ഥലമാണ് എൻ്റെ സ്ഥലം. ഞാനിപ്പോൾ അതുവഴിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പോകുന്ന സമയത്ത് തന്നെ എന്തായാലും 4 ഷട്ടർ തുറന്നിട്ടിട്ടുണ്ടായിരുന്നു ഡാമിൻ്റെ. പിന്നെ അതിൻ്റെ ഒരു വ്യൂ മൊബൈലിൽ പകർത്തിട്ട് നേരെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ പുറകിലായിട്ട്, ഡാമിൻ്റെ ഏറ്റവും പുറകിലായിട്ടാണ് നമുക്ക് പോകേണ്ടത്. അവിടെയാണ് എൻ്റെ വീടായിട്ട് വരുന്നത്. അങ്ങനെ ഏകദേശം നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഒരു ഡാമിൻ്റെ സൈഡിൽ കൂടെ പോകുന്ന വ്യൂ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏകദേശം നല്ലൊരു രസമാണ് ഇവിടെ കാണാൻ വേണ്ടി. ഹാരി പോട്ടർ മൂവിയിലെ ഒരു സൈഡ് പോലെയൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. ആ സിനിമ കണ്ടവർക്ക് മാത്രം അറിയാൻ പറ്റത്തുള്ളൂ. അങ്ങനെ അവിടുത്തെ ദൃശ്യങ്ങളെല്ലാം മൊബൈലിൽ പകർത്തിയിട്ട് നമ്മൾ നേരെ എൻ്റെ സ്ഥലം എത്തിയിട്ടുണ്ട്. അമ്പൂരി എന്നാണ് എൻ്റെ സ്ഥലം. നേരെ അമ്പൂരിൽ നിന്ന് നേരെ എൻ്റെ വീട്ടിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം നമുക്ക് വള്ളം കയറിയായിരുന്നു നേരത്തെ അക്കരെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ എന്തായാലും ഇപ്പം പുതിയ പാലം പണിത് കൊണ്ടിരിക്കുകയാണ്. ബൈക്കിനും ഓട്ടോയ്ക്ക് മാത്രമേ പോകാൻ പറ്റത്തുള്ളൂ. ഞാൻ എന്തായാലും എൻ്റെ കൂടെ വന്ന കൂട്ടുകാരൻ്റെ ബൈക്കിലാണ് ഞാൻ പോകാൻ വേണ്ടി നിൽക്കുന്നത്. ബാക്കി എല്ലാവരും ബൈക്കിലും ഓട്ടോയിലും കൂടെ കയറിയിട്ടാണ് വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് ഇവിടെ പുതിയതായിട്ട് പണിത പുതിയ പാലം. ഈ സ്ഥലത്തിൻ്റെ പേര് വന്നിട്ട് കുമ്പിച്ചൽ കടവ് എന്നാണ് പറയുന്നത്. അമ്പൂരി കുമ്പിച്ചൽ കടവ് എന്നാണ് ഇതിനറിയപ്പെടുന്നത്. പണി എന്തായാലും തീർന്നിട്ടൊന്നുമില്ല. ഓണം ആയതുകൊണ്ട് കുറച്ച് ദിവസങ്ങൾക്ക് വേണ്ടി മാത്രം ഇത് തുറന്നു കൊടുത്തിട്ടേ ഉള്ളൂ. എന്തായാലും ഇപ്പോൾ പണിയെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് എന്തായാലും പാലത്തിൻ്റെ അടിയിൽ കൂടെയാണ് വീട്ടിലോട്ട് എനിക്ക് പോകേണ്ടത് തന്നെ. എന്തായാലും എൻ്റെ ഒരു ചെറിയ ദ്വീപിലാണ് എൻ്റെ വീട്. ഏകദേശം കുറേ വീടുകളൊക്കെ അവിടെ ഉണ്ട്. എന്നാലും വെള്ളത്താൽ ചുറ്റപ്പെട്ട ഒരു സ്ഥലമാണ്. അത്യാവശ്യം കുഴപ്പമൊന്നും വെള്ളം കയറത്തൊന്നുമില്ല. ഡാം ഏരിയ കൊണ്ട് പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. വെള്ളം കയറത്തില്ല. ഒഴുക്കാണെങ്കിൽ മാത്രം പേടിച്ചാൽ മതി. അങ്ങനെ ഗൈസ് 3 വർഷങ്ങൾക്ക് ശേഷം ഞാൻ എൻ്റെ വീട്ടിലോട്ട് എത്തുകയാണ്. ഇപ്പോൾ കാണാൻ പോകുന്നതാണ് എൻ്റെ പുതിയ വീട്. പുതിയതല്ല, പഴയത് തന്നെ. ഒന്ന് പുതിയാക്കി എടുത്തെന്ന് മാത്രമേ ഉള്ളൂ. പെയിൻ്റ് അടിച്ചത് ഞാൻ മാത്രമല്ല, അപ്പനാണ് ഏറ്റവും കൂടുതൽ ഇതിൻ്റെ അകത്ത് ചിലവഴിച്ച് പുതിയ വീടുകളൊക്കെ ചെയ്തത്. വന്ന സ്ഥിതിക്ക് എനിക്ക് ചിക്കൻ കറി മതിയെന്ന് പറഞ്ഞുകൊണ്ട് അതിനെ തന്നെ ഉണ്ടാക്കി തന്ന് ഞാൻ പിന്നെ എൻ്റെ ചില പട്ടികൾ എത്ര വർഷം കഴിഞ്ഞാലും അവരെ ഓണറെ ഓർത്ത് വെക്കുന്നതാണ്. പക്ഷേ ഇത് തന്നെ ഓർത്ത് വെച്ചിട്ടൊന്നുമില്ലായിരുന്നു. കുറേ ദിവസങ്ങൾക്ക് ശേഷം, കുറേ നേരത്തിന് ശേഷമാണ് എന്നെ ഒന്ന് ഓർമ്മയെങ്കിലും കിട്ടിയത്. ഞാൻ എന്തായാലും അവളെയും പഠിച്ചുകൊണ്ട് ആറ്റിൻ്റെ കരയോരത്ത് കുറച്ച് നേരം കാറ്റ് കൊള്ളാനൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. നല്ല മഴക്കോളുള്ളത് കാരണം തിരിച്ച് റൂമിലോട്ട് തന്നെ പോയിട്ടുണ്ട്. അവിടെ ചെന്ന് എനിക്ക് കറിയൊക്കെ എടുത്ത് ചോറൊക്കെ കഴിച്ച് വയറൊക്കെ നിറച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇന്നത്തെ ദിവസം എന്തായാലും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടുത്ത നല്ല വീഡിയോസുമായി വീണ്ടും കാണാം. ബൈ ഗായ്സ്. ഇഷ്ടപ്പെട്ട എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കല്ല. അപ്പോൾ ഇവിടുത്തെ പുതിയ വീഡിയോസുമായി ഞാൻ വീണ്ടും വരും. ബൈ ഗായ്സ് എന്ന് വീണ്ടും ഞാൻ പറയുന്നു.